കണ്ണൂരിലെ തെരുവുനായ ശല്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന വിവരവും വരുന്നു. നമ്മൾ തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്യായിരുന്നു. ഒരു ദിവസം മാത്രം 56 പേരെയാണ് തെരുവുനായ കടിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, കോർപ്പറേഷൻ സെക്രട്ടറി, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരോട് 15 ദിവസത്തിനകം അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അർജുൻ കല്യാടോട് കൂടുതൽ വിവരങ്ങൾ. അർജുൻ കല്യാട്, കണ്ണൂരിന്റെ തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് നമ്മൾ തുടർച്ചയായിട്ട് വാർത്തകൾ ചെയ്തുകൊണ്ടേയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2-3 ദിവസം കൊണ്ട് 70-80 പേരെ നായ്ക്കൾ വന്നിങ്ങനെ കടിക്കുകയാണ്. അതിൽ പയ്യാമ്പലത്തൊക്കെ ഈ പേവിഷബാധ സ്ഥിരീകരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഈ സാഹചര്യത്തിലാണോ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ? ഗുഡ് മോർണിംഗ് അർജുൻ. തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ, വലിയ രീതിയിൽ കണ്ണൂരിനെ ഒരു ഭീതിയിലാഴ്ത്തിയ സംഭവമായിരുന്നു തെരുവ് നായയുടെ ആക്രമണം. ആദ്യഘട്ടത്തിൽ 56 പേർ, അതായത് ഒരു ദിവസം 56 പേരെ കടിച്ചു. ആ കടിച്ച നായ പിന്നീട് ചത്തു. പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ മറ്റൊരു തെരുവ് നായ 15-ലേറെ പേരെ കടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ തുടർച്ചയായ രീതിയിൽ ഈ തെരുവ് നായയുടെ ശല്യം, തെരുവ് നായയുടെ ആക്രമണമൊക്കെ പതിവായ ഒരു ഘട്ടത്തിൽ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയും അത്തരത്തിൽ കോർപ്പറേഷൻ പറയുന്നത് ജില്ലാ പഞ്ചായത്താണ്, ജില്ലാ പഞ്ചായത്ത് പറയുന്നത് കോർപ്പറേഷൻ ചെയ്യേണ്ടതാണ്. ഇതിങ്ങനെ പ്രശ്നത്തിന് പരിഹാരമില്ലാതെ നീണ്ടുപോയൊരു ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും അതിനകത്തൊരു സർവകക്ഷി യോഗമൊക്കെ ചേർന്നുകൊണ്ട് ഒരു നടപടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കത്തിലേക്കൊക്കെ കടക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ എന്താണ് ഈ ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ കോർപ്പറേഷനും ഒക്കെ നടപടി സ്വീകരിച്ചതെന്ന് അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. 15 ദിവസത്തിനകം ഈ വിഷയത്തിൽ തെരുവുനായ ശല്യം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ എന്താണ് എന്നുള്ളത് മനുഷ്യാവകാശ കമ്മീഷനെ അറിയിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം കോർപ്പറേഷൻ സെക്രട്ടറിയോടും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയോടുമാണ് ഇതിൽ പ്രധാനമായും റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. അതായത് നേരത്തെ ഇത് ജില്ലാ പഞ്ചായത്തിനെയും കോർപ്പറേഷനെയും പരസ്പരം പഴിചാരിയ 2 സ്ഥാപനങ്ങളോടും ഇപ്പോൾ ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും ഇവർ റിപ്പോർട്ട് നൽകുക എന്നതും നമുക്ക് നോക്കാം. ഡോക്ടർ ഓക്കെ, താങ്ക് യു. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. തുടർച്ചയായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ തെരുവുനായയുടെ ശല്യം നമ്മുടെ തെരുവുകളിലുണ്ട് എന്നുള്ളത് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താനാണ്. ഒരു കാരണവശാലും അതിരാവിലെയൊക്കെ നിങ്ങൾ നടക്കാനിറങ്ങുന്ന സമയത്ത് തെരുവുനായുള്ള സ്ഥലങ്ങളിലൂടെ പോരുത്. മാലിന്യം ഒരു കാരണവശാലും പുറത്ത് നിങ്ങൾ വലിച്ചെറിയരുത്. തെരുവുനായ കൂടുന്നതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അതുകൂടിയാണ്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി വേണം.